ഹലോ, അസ്സാം വലൈക്കും. അപ്പം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചൈനാഗ്രാസും ജെലാറ്റിനൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ചധികം ഡെസേർട്ടുകളുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പുഡിംഗ് പോലെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് പാൽ പത്തിരിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്, ലെയർ ചെയ്തെടുക്കുന്ന ഒരു ഡെസേർട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ 3 മുട്ടയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, 1/4 പാൽ എന്ന രീതിയിലുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. അപ്പോൾ 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് പിന്നീട് ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാവരുത് കേട്ടോ. ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൽ ഒട്ടും തരിയില്ലാത്ത 1-2 പ്രാവശ്യമൊക്കെ അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു പിസ്ത എസൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് 2 പ്രാവശ്യം അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള മിൽക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ആ ഒരു പശുവിൻ പാൽ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു പാലിനേക്കാളൊക്കെ ഒരു ഇച്ചിരി തിക്കായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു പാകത്തിനായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്കിത് ലെയറായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മോൾഡിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഏത് പാത്രമാണെങ്കിലും അതിലോട്ട് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ആദ്യം തേങ്ങാപ്പാൽ മിശ്രിതം, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ മിശ്രിതം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 2 തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുറേ നേരം വേവിച്ചെടുക്കണ്ട, 1 മിനിറ്റും വേണ്ട, ഒരു 30-40 സെക്കൻഡ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഒരു 30-40 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കയ്യിലൊക്കെ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, ഡ്രൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് 1-2 ടീസ്പൂൺ നെയ്യാക്കി കൊടുക്കുക. ഇതുപോലെ കുറേശ്ശെ എല്ലായിടത്തേക്കും ഒന്ന് ഡ്രോപ്പാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടക്കൂട്ട്, ഒരു 3-4 ടേബിൾ സ്പൂൺ മുട്ടക്കൂട്ട് ഒന്നാക്കി കൊടുക്കുക. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ മുട്ടക്കൂട്ടാക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതുപോലെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് വീണ്ടും ഇത് വേവിച്ചെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 30-40 സെക്കൻഡ്, 1 മിനിറ്റും വേണ്ട, ജസ്റ്റ് മുകൾ ഭാഗം ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഡ്രൈ ആയി കിട്ടിയ ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തേങ്ങാപ്പാൽ മിശ്രിതം 2 തവി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതേപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ച മുട്ടക്കൂട്ടും അതുപോലെ തേങ്ങാപ്പാലും തീരുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, ഏറ്റവും അവസാനം വരുന്ന ലെയർ തേങ്ങാപ്പാൽ മിശ്രിതമായിരിക്കണം. അപ്പോൾ അവസാനത്തെ ലെയർ ഒഴിച്ച ശേഷം ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം എല്ലാ ലെയറും ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റോളം വേവിച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ഒരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അത്രക്കും സോഫ്റ്റാണിത്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു പിസ്ത എസൻസ് കളർ ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോൾ അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ വൈറ്റ് കളറിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലെയർ പോലെയൊക്കെ കാണുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലിൽ നിന്ന് കുറച്ച് പാൽ കോൺഫ്ലവർ കലക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാല് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം. ഓൾമോസ്റ്റ് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാകത്തിനുള്ള മധുരമാണ്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. പിന്നീട് കാരമൽ സോസൊക്കെ ഒഴിച്ചിട്ടാണിത് കഴിക്കുന്നത്. അപ്പോൾ അതിലും മധുരമുണ്ട്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പിനേക്കാളും കുറച്ച് കുറക്കാം കേട്ടോ. അതുപോലെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിള വരുമ്പോൾ നമ്മളിതിലോട്ട് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, നേരത്തെ കലക്കി വെച്ചത്. അപ്പോൾ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കോൺഫ്ലവർ ചേർത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ ഇത് തിക്കായി വന്നാൽ പോരട്ടോ, നല്ലോണം വെന്ത് ഒരു ഫിർണിയുടെ ആ ഒരു രീതിയിൽ അത്രത്തോളം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞ് വീഴണം. ആ ഒരു രീതിയിൽ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്, ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ആണ്, വൈറ്റ് കോമ്പൗണ്ട് കുക്കിംഗ് ചോക്ലേറ്റ്. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 100 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുക്കിംഗ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഗ്രേറ്റ് ചെയ്യാതിരിക്കുക. കുറച്ച് നേരം അത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച ഫിർണിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ചെറുതായിട്ട് ചൂടുള്ളപ്പോൾ തന്നെ ഈ ഒരു ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മിക്സായി കിട്ടില്ല. അപ്പോൾ ചൂടിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ചോക്ലേറ്റ് മെൽട്ടായിട്ട് ഇതിലോട്ട് നന്നായി മിക്സായി കിട്ടത്തുള്ളൂ. അതുപോലെ ഇതിലോട്ട് കുറച്ച് വെനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള മോൾഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ മോൾഡായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ വലിയ ട്രേയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡീമോൾഡ് ചെയ്യാനൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഡീമോൾഡ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ മുകളിലോട്ട് കാരമൽ സോസ് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇനി 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പുഡിംഗ് ട്രേയിലൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കാരമൽ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം 2 മണിക്കൂറോളം. അപ്പോൾ ഇനി മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള ആ ഒരു അളവിനേക്കാളും നിങ്ങൾ നേരെ പകുതി എടുത്താൽ മതി ഈ ഒരു പുഡിങ്ങിന് മാത്രം വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ബട്ടറും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തിട്ട് ചെയ്തിട്ടുള്ള കാരമൽ സോസാണ്. അപ്പോൾ ഇത് ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഇത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സൈഡൊക്കെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഡീമോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ മുകളിലോട്ട് കാരമൽ സോസ് ഒഴിച്ചിട്ട് സെർവ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സോസ് മുകളിലോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ല ട്രേയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഡീമോൾഡ് ചെയ്യാതെ അതിൻ്റെ മുകളിലോട്ട് കാരമൽ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു പുഡിങ് ഈ ഒരു കാരമൽ സോസും നമ്മളുണ്ടാക്കി വെച്ച ഒരു പുഡിങ്ങും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.
ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മുട്ട പുഡിങ്ങാണ്, എഗ് കാരമൽ പുഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 1/4 കപ്പും 2 ടേബിൾ സ്പൂണ് കൂടുതൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ്. അപ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പഞ്ചസാര ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ ഒരു സമയത്തൊക്കെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയിലോട്ട് നല്ലോണം ചൂട് കയറുമ്പോൾ അത് മെൽറ്റായിട്ട് വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മെൽറ്റായി തുടങ്ങുമ്പോൾ പിന്നെ ഫ്ലെയിം ഒന്ന് കുറക്കാം കേട്ടോ. പിന്നെ ഷുഗർ കാരമൽ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നല്ലോണം ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ കാരമൽ ചെയ്തെടുക്കരുത്. കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ കഴിക്കാൻ കൊള്ളൂല, കയ്പ്പുണ്ടാവും. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ കാരമൽ ചെയ്തെടുത്താൽ മതി, മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലോട്ട് ആക്കുക. ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, അപ്പോൾ കഴിക്കാൻ കൊള്ളൂല, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് മോൾഡിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ ഒരു മോൾഡിലോട്ട് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാകും, അപ്പോൾ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക. പോലുള്ള പാത്രത്തിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വലിയ മോൾഡ് വേണമെങ്കിൽ വലിയ മോൾഡ് എടുക്കാം. പക്ഷേ എനിക്ക് ഡീമോൾഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ചെറിയ മോൾഡാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. കാരമൽ ചെയ്ത പഞ്ചസാര ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കട്ടിയായിട്ടുണ്ടെങ്കിൽ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, അപ്പോൾ തന്നെ അത് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ മോൾഡിലോട്ടും ഏത് മോൾഡിലാണോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് ആ ഒരു മോൾഡിലോട്ട് ആക്കി കൊടുക്കുക. പിന്നെ ചൂടാക്കുന്നത് ഒരുപാട് സമയം ചൂടാക്കി എടുക്കരുത്, അപ്പോൾ അത് നല്ലോണം ഡാർക്ക് കളറായിട്ട് കയ്പ്പ് വരും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയൊരു ബ്ലെൻഡറിലോട്ട് 4 മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെയിം ഇതിൽ തന്നെ അമൃതം പൊടി വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സെയിം പുഡിങ്. അപ്പോൾ 4 മുട്ട ചേർക്കുന്നതിന് പകരം 1/4 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ 4 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 പാക്കറ്റ് പാല്, 2.5 കപ്പ് പാലാണ്. 4 മുട്ടക്ക് 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലെൻഡർ ഒന്ന് വലിയ ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഏത് മോൾഡിലാണോ ആ ഒരു മോൾഡിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, ഒരു 1/4 ഭാഗം എന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് ബാക്കിയുണ്ട്. ഇനിയൊരു മീഡിയം മോൾഡിൽ സ്റ്റീം ചെയ്തെടുക്കാനുള്ള അത്രയും ബാക്കിയുണ്ട്. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ബൗളിലുള്ളതിനൊക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഈ ഒരു മോൾഡിലുള്ളത് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് സമയം വേണ്ടി വരും കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു സിൽവർ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് മൂടി വെക്കാം കേട്ടോ അകത്ത്. ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. ഇനി ഇതൊരു 20 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടാറിയിട്ട് വേണം നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ച ശേഷം, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് താഴത്തെ തട്ടിൽ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ നന്നായി തണുപ്പിച്ച ശേഷം നമ്മൾ ഡീമോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഡീമോൾഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡീമോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു കാരമലും
ഈ ഒരു പുഡിങ്ങൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് കിണ്ണത്തപ്പമാണ്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3-4 മണിക്കൂർ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2-3 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അധികം ലൂസായിട്ടുള്ള പാലുമല്ല, അധികം തിക്കായിട്ടുള്ള പാലുമല്ല, ആ ഒരു രീതിയിലുള്ളതാണ്. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 2 കപ്പ് 1/4 പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. കുറച്ച് ലൂസായിട്ട് നമ്മുടെ ആ ഒരു പശുവിൻ പാലൊക്കെ ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലിട്ടിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. അധികം കണ്ണില്ലാത്ത അരിപ്പയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. ഒട്ടും തരി ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തരിയില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 1 മണിക്കൂറോളം മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അപ്പോൾ പ്ലേറ്റിൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, നല്ലോണം കട്ടിക്ക് ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പ്ലേറ്റിൽ പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം കട്ടിക്കല്ല കേട്ടോ, കുറച്ച് തിന്നായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയ പ്ലേറ്റ് ആണെങ്കിൽ വലിയ പ്ലേറ്റ് എടുക്കുക. ഇനി ഇത് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 20 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കുമ്പോൾ നമുക്ക് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്